നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. പ്രവീജാസ് വായനലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വായനലോകത്തിൽ വാസൻ വീരച്ചേരി എഴുതിയ നീ എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാസൻ വീരച്ചേരി കേരളത്തിലെ പയ്യന്നൂരിനടുത്തുള്ള ഞെക്ലിയിൽ രാധാ കുഞ്ഞപ്പൻ ദമ്പതികളുടെ മകനായി ജനനം. കഴിഞ്ഞ 29 വർഷമായി മുംബൈ എന്ന മഹാനഗരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നവി മുംബൈയിലെ ഉൾവയിൽ ഭാര്യ ഷീബ, മകൻ പവൻ, മകൾ ശിവാനി എന്നിവരോടൊപ്പം സ്ഥിരതാമസം. മലയാള ചെറുകഥാരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വാസൻ വീരച്ചേരിയുടെ 44 ചെറുകഥകൾ വിവിധ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2024 പുറത്തിറങ്ങിയ സ്വപ്നങ്ങൾക്കുമപ്പുറം അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥാ സമാഹാരമാണ്. അദ്ദേഹത്തിന്റെ പ്രാണവായു, തനിയെ പൊഴിയുന്ന ദളങ്ങൾ എന്നീ കഥകൾ ഷോർട്ട് ഫിലിമുകൾക്ക് ആധാരമായിട്ടുണ്ട്. ചെറുകഥാ സാഹിത്യരംഗത്തെ സംഭാവനകൾക്ക് കേരളത്തിലെ വിവിധ കലാ സാംസ്കാരിക സംഘടനകളിൽ നിന്ന് കോവിലൻ സ്മാരക പുരസ്കാരം, കാക്കനാടൻ സ്മാരക പുരസ്കാരം, പ്രഥമ അക്ഷരശ്രീ പുരസ്കാരം, കാരൂർ നീലകണ്ഠപിള്ള പുരസ്കാരം എന്നിവ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ വാസൻ വീരച്ചേരി നവി മുംബൈയിലെ HVAC മേഖലയിലെ വിജയകരമായ ഒരു സംരംഭകനുമാണ്. സാഹിത്യവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും ബിസിനസ്സും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഇനി നമുക്ക് വാസൻ വീരച്ചേരി എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് വാസൻ വീരച്ചേരി. ഇത്തവണ പ്രവീജാസ് വായനലോകത്തിൽ വായിക്കുന്ന കഥ ഞാൻ എഴുതിയ നീ എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന പേരുള്ള കഥയാണ്. ഞാനൊരു 45-ലേറെ കഥകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ കഥകളും എനിക്ക് പ്രിയപ്പെട്ട കഥകൾ തന്നെയാണ്. പക്ഷെ ഈ കഥ കുറച്ചേറെ പ്രിയപ്പെട്ടതാണ്. അതിനുള്ള കാരണം സൗഹൃദമാണ്. ഞാൻ ഈ കഥയിലൂടെ, ഈ സൗഹൃദത്തിന്റെ വാല്യൂസാണ് ഞാൻ ഈ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം എല്ലാവരും കഥകൾ കേൾക്കുക, പ്രവീജാസ് വായനലോകത്തെ പ്രോത്സാഹിപ്പിക്കുക, കഥയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി. വാസൻ വീരച്ചേരി എഴുതിയ കഥ നീ എന്നെ വിളിക്കാൻ മറക്കരുത്. തലേന്ന് രാത്രിയിൽ പെയ്ത മഴയുടെ അവശേഷിപ്പുകൾ റോഡിൽ അങ്ങിങ്ങായി കാണാമായിരുന്നു. സൈഡ് ഗ്ലാസ് താഴ്ത്തി ചെറിയൊരു തണുപ്പും മണ്ണിന്റെ ഗന്ധവും ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുന്നതിനിടെ എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ ശബ്ദിച്ചു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പറയടാ, എന്താണ് വിശേഷം? വിശേഷമൊന്നുമില്ല. ഇന്ന് വാട്സപ്പിൽ നിന്റെ ഗുഡ് മോർണിംഗ് ഒന്നും കണ്ടില്ലല്ലോ. എന്തു പറ്റി ബായ്? എല്ലാം ഓക്കെ അല്ലേ? ഓ, എല്ലാം ഓക്കെയാണ്. ഇന്ന് രാവിലെ കുറച്ച് തിരക്കിലായിപ്പോയി. രാവിലെ തന്നെ ഒരു സൈറ്റിൽ മീറ്റിംഗ് ഉണ്ട്. ആ തിരക്കിൽ വിട്ടുപോയി. അവിടെ എന്താണ് വിശേഷം? എല്ലാം സെറ്റല്ലേ? നീ എവിടാ ഇപ്പോൾ? എങ്കിലും ഓക്കെ ബായ്. നീ പിന്നെ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. ഞാൻ ഫോൺ കട്ട് ചെയ്ത് മൊബൈലിൽ സമയം നോക്കി. ഒന്നുകൂടെ ആക്സിലേറ്റർ അമർത്തി ചവിട്ടി. പൊടുന്നിന് വീണ്ടും മൊബൈൽ ശബ്ദിച്ചപ്പോൾ ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ രാജേഷ് കോളിംഗ് എന്ന് തെളിഞ്ഞു കണ്ടു. ഇവനിപ്പോൾ എന്താ പറ്റിയത്? രാവിലെ കണ്ടതുമാണല്ലോ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ഫോണെടുത്തു. ഡാ, നീ എവിടെ? ഞാൻ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാ. എന്തെങ്കിലും വിശേഷിച്ച്? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് 4 ദിവസമായിട്ട് ഫോൺ എടുക്കുന്നില്ല. നാട്ടിൽ നിന്ന് അവൻ്റെ ഭാര്യ വിളിച്ചിട്ട് ഇവിടുത്തെ അവൻ്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. നീ ഒന്ന് കൂടെ വരാമോ? അവിടം വരെയൊന്ന് പോയി നോക്കണം. എൻ്റെ ഫ്രണ്ടാണിൽ വിശാഖപട്ടണത്താണുള്ളത്. നീ അഡ്രസ്സ് ഷെയർ ചെയ്യൂ. ഞാൻ അവിടെ എത്തിക്കോളാം. നീ അങ്ങോട്ട് വായോ. ഫോൺ കട്ട് ചെയ്ത് അടുത്ത സിഗ്നലിൽ നിന്ന് രാജേഷ് അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് വണ്ടി തിരിച്ചു. അവൻ എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ വിളിക്കില്ല എന്നറിയാം. എൻ്റെ ഉള്ളിൽ രാജേഷിൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിനെ എന്താ പറ്റിയതെന്നറിയാൻ ആകാംക്ഷ വർദ്ധിച്ചു. ലൊക്കേഷനിൽ ഞാൻ എത്തിയപ്പോൾ രാജേഷും അനീഷേട്ടനും അവിടെ എത്തിയിരുന്നു. ഒരു ധൈര്യത്തിനായി ആ ഭാഗത്തെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനായ രഞ്ജിത്തേട്ടനെയും ഞാൻ അവിടേക്ക് വിളിച്ചു വരുത്തി. അന്ന്
ഗണേശോത്സവം തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് ആ 4 നില ബിൽഡിംഗ് മൊത്തം കഴുകി വൃത്തിയാക്കി തോരണം തൂക്കി അലങ്കരിച്ചിരുന്നു. പ്രവേശന കവാടത്തിൽ തന്നെ ചെറിയൊരു ഗണപതി മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്. അന്തരീക്ഷമാകെ ചന്ദനത്തിരിയുടെ പുകയും സുഗന്ധവും നിറഞ്ഞിരുന്നു. ഒരു നിമിഷം ഞങ്ങളുടെ മനസ്സിൽ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ലിഫ്റ്റിനെ കാത്തു നിൽക്കാതെ 4ാമത്തെ നിലയെ ലക്ഷ്യമാക്കി പടവുകൾ കയറാൻ തുടങ്ങി. മുന്നിൽ നടക്കുന്ന രാജേഷേട്ടൻ്റെ ഹൃദയമിടിപ്പ് പിന്നിലുള്ളവർക്ക് മുഴങ്ങി കേൾക്കാമായിരുന്നു. കാര്യമറിയാനായി അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡും നമ്മോടൊപ്പം മുകളിലേക്ക് കയറി വന്നു. ഡോറിൻ്റെ അടുത്തെത്തിയപ്പോൾ എല്ലാവരുടെയും മുഖത്തും ആകാംക്ഷ തളം കെട്ടിയിരുന്നു. ഞാൻ ഡോർ തള്ളി തുറക്കാൻ നോക്കിയപ്പോൾ അത് ഉള്ളിൽ നിന്ന് ലോക്കിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കക്ഷി എന്തായാലും ഉള്ളിൽ തന്നെ ഉണ്ടെന്നുറപ്പായി. രാജേഷിനോട് ഞാൻ പേരും ഡീറ്റെയിൽസുമൊക്കെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ജോണി, ഡോറിനെ തട്ടി വിളിച്ചു. ഒന്ന് ഡോർ തുറന്നേ. കുറച്ചേറെ ഉച്ചത്തിൽ തട്ടി ശബ്ദമുണ്ടാക്കി വീണ്ടും വീണ്ടും വിളിച്ചു. പ്രതികരണമൊന്നുമില്ലാതായപ്പോൾ എല്ലാവരുടെ മുഖത്തും നിരാശ നിഴലിച്ചു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഡോറിൻ്റെ താഴ്വശത്തുള്ള ചെറിയ ഗ്യാപ്പിലൂടെ പച്ച നിറത്തിലുള്ള മണികണ്ഠനീച്ചകൾ പുറത്തേക്ക് പറക്കുന്നത് കണ്ടു. രാജേഷേ, എന്താടാ? പണി പാളിയെന്ന് തോന്നുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലത്. രഞ്ജിത്തേട്ടൻ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. അധികം താമസിയാതെ തന്നെ 3 പോലീസുകാർ സ്ഥലത്തെത്തി. സെക്യൂരിറ്റി ഗാർഡ് കൊണ്ടുവന്ന ഒരു കമ്പി കഷ്ണമിട്ട് ബലം പ്രയോഗിച്ച് തിക്കി ഞങ്ങൾ ഡോർ തുറന്നു. പൊടുന്നനെ തേനീച്ചക്കൂടിന് കല്ലെറിഞ്ഞ പോലെ ഒരു പ്രത്യേക ശബ്ദത്തിൽ ഒരു കൂട്ടം ഈച്ചകൾ പുറത്തേക്ക് പറന്നുയർന്നു. ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ കൂടെയുള്ളവർ 4 ഭാഗത്തേക്കും ചിതറിയോടി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തുവാല കൊണ്ട് മൂക്കുപൊത്തി ഞാൻ അകത്തേക്ക് തലയിട്ട് കട്ടിലിലേക്ക് എത്തി നോക്കി. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹൈവേ സൈഡിൽ വണ്ടിയിടിച്ച് ചത്തുകിടക്കുന്ന പശുക്കളെപ്പോലെ വീർത്ത് അളിഞ്ഞു കിടക്കുന്ന ഭീമാകാരമായ ഒരു ശരീരം. പുറവും തുടയുമൊക്കെ വീർത്തു പൊട്ടി ചോരയും ചലവും ഒലിക്കുന്നു. കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന ആളിൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ലായിരുന്നു. വായിൽ നിന്നും മൂക്കിൽ നിന്നും ഊർന്നു വീണ കറുപ്പ് നിറത്തിലുള്ള പഴകിയ രക്തം കട്ടിലിന് താഴെ തളം കെട്ടിക്കിടക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ തളം കെട്ടിയ രക്തത്തിൽ കുടുങ്ങിയ ഈച്ചകൾ രക്ഷപ്പെടാൻ സാധിക്കാതെ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പരസ്പരം നോക്കി നിന്നു. അവിടെ കൂടിയ എല്ലാവരുടെ ദേഹത്തും ഈച്ചകൾ പാറി വന്നിരുന്നു. എൻ്റെ കണ്ണടയിൽ പാറി വന്നിരുന്ന ഈച്ചയെ തട്ടിമാറ്റി തൂവാല കൊണ്ട് ഗ്ലാസ് തുടച്ച് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി കുറച്ച് നല്ല വായു ഉള്ളിലേക്കെടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രാജേഷിൻ്റെ മുഖത്ത് ഊറിക്കൂടിയ പേടി എന്നെയും ചെറുതായി ബാധിച്ചു തുടങ്ങിയിരുന്നു. ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും നമ്മൾ പെട്ടു. എത്രയും പെട്ടെന്ന് നീ ഇയാളുടെ വീട്ടിൽ വിവരമറിയിക്കാൻ നോക്ക്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പോലീസ് നമ്മളെ തിരക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. സാറിനോട് ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടിയെന്ന് ഞാൻ തിരക്കി. അപ്പോഴേക്കും രഞ്ജിത്തേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ ഫോർമാലിറ്റികൾ തുടങ്ങിയിരുന്നു. രാജേഷ് നാട്ടിൽ വിവരമറിയിക്കാനായി ഫോണും കൊണ്ട് ഓടി നടന്നു. താഴെ ഗണപതി പൂജയ്ക്കായി സജ്ജമാക്കിയ മണ്ഡപത്തിനടുത്തായി ഒരു ആംബുലൻസ് വന്നു നിന്നു. രഞ്ജിത്തേട്ടൻ കുറേ പേപ്പറുമായി വന്ന് എല്ലായിടത്തും എൻ്റെയും രാജേഷിൻ്റെയും ഒപ്പുകൾ വാങ്ങി. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കാൻ എന്തോ എൻ്റെ മനസ്സനുവദിച്ചില്ല. ഡാ, പോലീസ് പറയുന്നത്
പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ ഈ ബോഡി നമ്മൾ ആംബുലൻസിൽ കയറ്റി കൊടുക്കണമത്രേ. എന്താ ചെയ്യുക? ആ റൂമിലെ ദുർഗന്ധമോർത്തപ്പോൾ ഉള്ളിൽ നിന്ന് കുടൽമാല പോലും തികട്ടി പുറത്തേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി. നമ്മളെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് പറയാനായി ഞാൻ പോലീസിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നമ്മുടെ മുഖത്തെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം അവർ തന്നെ ഇങ്ങോട്ടൊരു സ്ഥലം പറഞ്ഞു തന്നു. അവിടെ പോയാൽ നിങ്ങൾക്ക് ഇതിനുള്ള ആൾക്കാരെ കിട്ടും. കുറച്ച് കാശ് ചെലവാകുമെങ്കിലും നമ്മുടെ കാര്യം സാധിക്കും. ഞങ്ങൾ പോലീസ് പറഞ്ഞ ആ സ്ഥലം ലക്ഷ്യമാക്കി വണ്ടി പറപ്പിച്ചു വിട്ടു. ആ റൂമിൽ നിന്നുയർന്ന ദുർഗന്ധവും നമ്മളെ പിന്തുടരുന്ന പോലെ തോന്നി. ഇതുപോലൊരു പെടൽ ജീവിതത്തിൽ ഇതുവരെ പെടാത്തതുകൊണ്ട് ആരും പരസ്പരം സംസാരിക്കാതെ വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തിവെച്ച് ആർത്തിയോടെ ദുർഗന്ധമേൽക്കാത്ത ശുദ്ധവായു ഉള്ളിലേക്കെടുത്തു. അവരോട് കാര്യങ്ങൾ ബോധിപ്പിച്ച് അവർ ചോദിച്ചതിനേക്കാൾ കൂടുതൽ കാശും കൊടുത്ത് അവരെയും കൂട്ടി സ്ഥലത്തെത്തി. അപ്പോഴാണ് അടുത്ത ടാസ്ക് അറിയുന്നത്. ഈ ബോഡി 4 പേർ താങ്ങിപ്പിടിച്ച് താഴെയിറക്കാൻ സാധിക്കില്ലത്രേ. അത്രമാത്രം അഴുകിപ്പോയിരിക്കുന്നു. അവർ തന്നെ അതിനൊരു പോംവഴി കണ്ടെത്തി. താഴെ പോയി ഒരു ടാർപ്പായ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. കട്ടിലിന് കീഴെ പായ വിരിച്ചിട്ട് കട്ടിൽ ഒരു ഭാഗത്ത് നിന്ന് പൊക്കി ആ ശരീരം പായയിലേക്ക് തള്ളിയിട്ടു. അവർ താങ്ങിപ്പിടിച്ച് ഡോറിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ ചെറിയ ലിഫ്റ്റിൽ ആ ബോഡി കയറില്ല എന്ന്. അത്രമാത്രം വീർത്തുപോയിരുന്നു ആ ശരീരം. ദുർഗന്ധം വമിക്കുന്ന ചോരയും ചലവും ഒലിക്കുന്ന ആ ഡെഡ് ബോഡി അവർ സ്റ്റെയർ കേസിലൂടെ വലിച്ചിഴച്ച് താഴെയിറക്കി എങ്ങനെയൊക്കെയോ ആംബുലൻസിൽ കയറ്റിവെച്ചു. സെക്യൂരിറ്റിയുടെ കയ്യിൽ സ്റ്റെയർ കേസ് കഴുകി വൃത്തിയാക്കാനുള്ള കാശും കൊടുത്ത് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ 3 പേരും ആംബുലൻസിൻ്റെ പിന്നാലെ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിച്ചു. ഇതിനു മാത്രം ഇയാൾ എന്ത് പാപമാണ് ചെയ്തിട്ടുണ്ടാവുക? ഇയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വല്ല പിടിയുമുണ്ടോ? നിന്നോട് ഇയാളുടെ ഭാര്യ എന്താണ് പറഞ്ഞത്? രാവിലെ മുതൽ നമ്മൾ എന്താടാ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു നീണ്ട നെടുവീർപ്പായിരുന്നു രാജേഷിൻ്റെ മറുപടി. ഡാ, ഞാൻ അറിഞ്ഞിടത്തോളം ഇയാളൊരു ബിഗ് ഷോട്ടാണ്. ഭാര്യ നാട്ടിൽ സ്കൂൾ ടീച്ചറാണത്രേ. ചെറിയൊരു മോൻ മാത്രമേ ഉള്ളൂ. ഇയാൾ ലിവർ സിറോസിസിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെന്നാണ് ഭാര്യയെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. 5 ദിവസത്തിന് മുന്നേ അവർ ഫോൺ വിളിച്ചപ്പോൾ സംസാരത്തിനിടയിൽ 2 പേരും എന്തോ പറഞ്ഞുടക്കി ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തതാണത്രേ. വേണേൽ എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന വാശിയിൽ അവളും അയാളെ വിളിക്കാൻ പോയില്ല. 4-ാം നാൾ അവൾ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോഴാണ് ജോണിക്കിവിടെ സുഹൃത്തുക്കളായി ആരുമില്ല എന്നവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എങ്ങനെയോ എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് അവനെ വിളിച്ചു. അവൻ കാരണം നമ്മളും ഇന്നിവിടെ എത്തി. എന്നാലും അവൾക്ക് എന്തൊരു വാശിയാണ് ബായ്. പിറ്റന്നാൾ ഒന്ന് വിളിച്ചു നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇയാൾക്കിന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതായിരിക്കും അയാളുടെ വിധി. ചിലപ്പോൾ അവളോട് വഴക്കിട്ടപ്പോൾ പുള്ളി വീണ്ടും മദ്യപിച്ച് കാണും. നാട്ടിൽ നിന്ന് അയാളുടെ മൂത്ത ചേട്ടൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടത്രേ. ഏതാണ്ട് എത്താനുള്ള സമയമായിട്ടുണ്ട്. സംസാരിച്ച് വണ്ടി ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തി. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് നമ്മൾ മോർച്ചറിയുടെ മുന്നിലേക്ക് പോയി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആരാണെന്ന് പോലും അറിയാത്ത ഒരാളുടെ അവകാശിയായി ഹോസ്പിറ്റൽ രേഖകളിൽ മാറി മാറി ഒപ്പിടുമ്പോൾ എൻ്റെ കൈയും മനസ്സും വിറയ്ക്കുന്നുണ്ടായിരുന്നു. മോർച്ചറിയുടെ വാതിൽ തുറന്ന് വെള്ള വസ്ത്രം ധരിച്ച് മുഖം മൂടിക്കെട്ടിയ ഒരാൾ എന്നെ അകത്തേക്ക് വിളിച്ചു. ജോണിയുടെ കഴുത്തിലുണ്ടായിരുന്ന വലിയൊരു മാലയും വീർത്തു മരവിച്ച വിരലുകൾ മുറിച്ചു മാറ്റിയെടുത്ത 2 മോതിരവും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി എന്നെ ഏൽപ്പിച്ചു. മലയിൽ തൂങ്ങിക്കിടന്ന യേശുനാഥൻ്റെ മുഖത്തും ചോരയുണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. മോതിരത്തിൽ എഴുതിയ പേര് ഞാൻ മനഃപൂർവ്വം വായിക്കാൻ ശ്രമിച്ചില്ല. എന്തോ എനിക്ക് വായിക്കാൻ തോന്നിയില്ല. ഡാ, അയാളുടെ ചേട്ടൻ എത്തിയിട്ടുണ്ടത്രേ. ഇതെല്ലാം അയാളെ ഏൽപ്പിച്ചിട്ട്
നമുക്ക് പോയാലോ? ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയില്ലേ? രാജേഷിനും എന്നെപ്പോലെ മടുത്തു തുടങ്ങിയിരുന്നു. ഹോസ്പിറ്റൽ റിസപ്ഷനിൽ പോയി ജോണിയുടെ ചേട്ടനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ദുർഗന്ധം വമിക്കുന്ന പ്ലാസ്റ്റിക് കവറും അയാളെ ഏൽപ്പിച്ച് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് ഇരുൾ മൂടിക്കഴിഞ്ഞിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിൽ മുഴുവൻ ജോണിയായിരുന്നു. ഇതെന്തൊരു വെറുക്കപ്പെട്ട മരണമാണെന്ന് മനസ്സിൽ ഓർത്തുപോയി. പോക്കറ്റിൽ കിടന്ന ഫോൺ ശബ്ദിച്ചപ്പോൾ പെട്ടെന്നെടുത്ത് നോക്കി. അയ്യോ, ഇവനോട് രാവിലെ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതായിരുന്നല്ലോ. ഹലോ, സോറിടാ, ഞാൻ നിന്നെ വിളിക്കാൻ വിട്ടുപോയി. ഇപ്പോഴൊന്ന് ഫ്രീ ആയതേ ഉള്ളൂ. പറയൂ, എന്തൊക്കെയാണ് വിശേഷം? നീ വീട്ടിലെത്തിയോ? ഞാൻ നിനക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടോ ബായ്, നിന്റെ ഈ തിരക്കുകൾക്കിടയിൽ? ഏയ്, ഒരിക്കലുമില്ല ബായ്. നിനക്ക് പറ്റുമെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്നെ വിളിക്കണം. ഞാൻ കാത്തിരിക്കും നിന്റെ വിളിക്കായി. എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലേ, വിളിച്ചന്വേഷിക്കാൻ ആരോരുമില്ലാത്ത ഓരോരുത്തരുടെ അവസ്ഥ കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ. എന്താടാ, ആരുടെ കാര്യമാണ് നീ പറയുന്നത്? എന്താ ഉണ്ടായത്? ഞാൻ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് നിന്നെ വിശദമായി വിളിക്കാം. അഥവാ ഞാൻ വിളിക്കാൻ മറന്നാലും നീ എന്നെ വിളിക്കാൻ മറക്കരുത്. ഇതോടുകൂടി വാസൻ വീരച്ചേരി എഴുതിയ നീ എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു. ഡാ, നീ എവിടെയാണ്? എല്ലാം ഓക്കെ അല്ലേ? ഈ ഒരു ചോദ്യം മതി ചിലപ്പോൾ തളർന്ന മനസ്സിനെ കരുത്തു പകരാൻ. ജീവിതത്തിൽ സമ്പാദ്യങ്ങളും സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു സുഹൃത്തിനെയെങ്കിലും നാം സമ്പാദിച്ചു വയ്ക്കണം. കാരണം ആ ഒരു വിളിയും ആ ഒരു അന്വേഷണവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന സത്യമാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ലഭിക്കുന്ന ആ കരുതലിൻ്റെ സ്പർശം മറ്റേത് സമ്പാദ്യത്തെക്കാളും വിലമതിക്കാനാവാത്തതാണ്. ഇത്രയും പറഞ്ഞ് ഈ ഒരു നല്ല കഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല കഥകൾ കേൾക്കാൻ പ്രവിജാസ് വായനലോകം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി, നമസ്കാരം.